മൈ ട്രാവൽ മൈ ടേസ്റ്റിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും നിറഞ്ഞ അന്നൊരു ഉത്രാട ദിനം നെല്ലിയാമ്പതിയിൽ നിന്ന് വരുന്ന വഴി ഒരു സദ്യ ആ ദിവസം കിട്ടുമെന്നത് ഒരു സ്വപ്നം തന്നെയായിരുന്നു. സമയം ഉച്ചയ്ക്ക് ഏകദേശം 2:30 പാലക്കാട് ടൗൺ എത്തുമ്പോഴേക്കും സദ്യ എല്ലാം കഴിയുമെന്ന് ചിന്തിച്ചിരുന്ന നമ്മുടെ മുമ്പിൽ ഒരു ബാനർ കണ്ടതാണ് വഴിത്തിരിവായത്. ഗേറ്റിൽ ബാനർ കണ്ടപ്പോൾ നേരെ അങ്ങോട്ട് തന്നെ കയറി. എങ്കിലും മനസ്സിലൊരു ആശങ്ക ഉണ്ടായിരുന്നു. എങ്ങനെ ഇരിക്കും പാലക്കാടൻ സദ്യ? കറികൾ എന്തൊക്കെയെന്ന് ഇവിടുത്തെ ഷെഫ് തന്നെ പറയും. നമ്മളെ സംബന്ധിച്ച് ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ സദ്യ ആയതുകൊണ്ട് തന്നെ ഒരു ലോട്ടറി പോലെ കിട്ടിയത് നല്ലപോലെ ആസ്വദിച്ച് കഴിച്ചു. പരിപ്പ് നമ്മുടെ തിരുവനന്തപുരത്ത് പോലത്തെ പരിപ്പല്ല, നെയ്പരിപ്പാണ്. അട, കടല, പ്രഥമൻ, ബോളിയൊന്നും ഇല്ലായിരുന്നു. എങ്കിൽ തന്നെയും അതൊന്നും പ്രധാന കുറവായി ഒന്നും കണ്ടില്ല. കിട്ടിയ കറികളെല്ലാം തന്നെ ഉഗ്രൻ രുചി, പായസവും വളരെ നല്ലത്. നമ്മളെ സംബന്ധിച്ച് സമൃദ്ധിയോടെ വളരെ ആസ്വദിച്ച് കഴിച്ച ഓണസദ്യകളിൽ ഉറപ്പായും ഒന്നിതായിരിക്കും. പിന്നെ പെരുമാറ്റവും സംസാരവും സർവീസും കൊണ്ട് ഹൃദയം നിറയ്ക്കുകയും ചെയ്തു. ഒരിക്കലും മറക്കാത്ത നല്ല ഓണസദ്യകളിൽ ഒന്ന്. അവിയൽ, കാളൻ, ഓലൻ, പച്ചടി, ബീൻസ് തോരൻ, കേബേജ് തോരൻ, പിന്നെ ഉരുളക്കിഴങ്ങ്, മാങ്ങച്ചാറ്, വടകപ്പുളി അച്ചാറ്, വടകപ്പുളി, ഇഞ്ചിപ്പുളി, പിന്നെ ശർക്കര വറ്റ്, ചിപ്സ്, കൊണ്ടാട്ടമുളക്, പിന്നെ ബീൻസ് തോരൻ, ഓലൻ, കുമ്പളങ്ങി വൻപയറിട്ടുള്ള ഓലൻ, പിന്നെ മത്തനും നമ്മൾ സാധാരണ അച്ചിക്ക പയറിട്ടുള്ള ഓലൻ, പിന്നെ പൈനാപ്പിൾ പച്ചടി, ബീട്രൂട്ട് കൂട്ടുകറി, മത്തൻ എലിശ്ശേരി, പിന്നെ സാമ്പാർ, രസം, മോര്, പരിപ്പ്, നെയ്പരിപ്പ്, പിന്നെ പഴം, ഗോതമ്പും സേമിയും, പിന്നെ പഴം പുഴുങ്ങിയതും സാധാരണ ചെറുപഴം. പക്ഷെ കറി എല്ലാ കറികളും നല്ല ടേസ്റ്റ്. ഞാൻ തിരുവനന്തപുരം നമ്മുടെ പരിപ്പാണ് ഫസ്റ്റ്, ഇത് വേറെ കട്ട് ചെയ്തിട്ടുള്ളത്. കറികളൊക്കെ ചെറിയ എനിക്ക് സംശയം വന്നു. ആണെങ്കിൽ പിന്നെ ഞാൻ പറയുന്നേക്കാളും ഞാൻ വീഡിയോ ആയിട്ട് ബ്ലോഗായിട്ട് ഇടും യൂട്യൂബിൽ. കറി തെറ്റുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ. പേര് രമേഷ്. എത്ര വർഷമായി? 17 വർഷമായി. 17 വർഷമായി. എല്ലാം ഫുഡെല്ലാം കൊള്ളായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. താങ്ക്സ്. ശരി, ഓക്കെ.